ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ ചെൽസിക്ക് ഒരു സമനില എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സെക്കൻഡ് ഹാഫിലെ മെൻറ്റാലിറ്റി കൊണ്ട് മാത്രം നേടിയൊരു സമനിലയായിരുന്നു അവർക്ക്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടാണ് ഫുള്ളി ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു ന്യൂകാസിൽ യുണൈറ്റഡിനാണ് നമ്മൾ കണ്ടത്. കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫിലെ സ്റ്റാറ്റസ് ആയിരുന്നു അവർക്ക്. അതുപോലെ നല്ലൊരു സ്റ്റാർട്ടും കിട്ടിയായിരുന്നു. നമുക്കറിയാം നിക് വോൾഡ്മെയ്ഡ് ജർമ്മൻ്റെ എന്താ പറയുക അടുത്തൊരു ടാലൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ടോപ്പായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ആളുടെ ഫസ്റ്റ് ഹാഫിൽ കണ്ടത്. 2 ഗോൾ അടിച്ച് ആളെ ഏരിയയിലേക്ക് വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ടോപ്പ് ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ടോപ്പായിട്ടുള്ള പെർഫോമൻസ് ആണ് ആൾ നിലവിൽ ന്യൂകാസിലിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കണമെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ടാപ്പിൻ ഗോളായിരുന്നു ആദ്യത്തെ. രണ്ടാമത്തെയും അദ്ദേഹം വേണമെങ്കിൽ പറയാം. പക്ഷേ ആളെ കൃത്യം ടൈമിൽ ബോക്സിലുണ്ടെന്നുള്ളതാണ്. ആ ഒരു ഗോർഡൻ്റെ ആ ക്രോസിൽ ആളുടെ ആ ഒരു ടച്ച് ഒരു ക്ലാസ് ആണ്. എന്താ പറയുക, ഒരു ബ്രില്യൻ്റ് ഒരു ക്ലാസ് തന്നെയാണ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ മരസ്ക ടീമിനെ എന്തോ ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. റീസ് ജെയിംസിന്റെ പെർഫോമൻസ് മറ്റൊരു മാസ്റ്റർ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആള് സെക്കൻഡ് ഹാഫിൽ വന്ന് ആളുടെ ആ ഒരു ഫ്രീ കിക്ക് അത്രയും ടോപ്പ് ഒരു സ്ട്രൈക്ക് തന്നെയായിരുന്നു അത്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഗോൾ എന്ന് വേണമെങ്കിൽ പറയാം. ആളുടെ എന്താ പറയുക, ഒരു മഴവില്ല് പോലെയാണ് അത് പോസ്റ്റിലേക്ക് കയറിയത്. സോ 2-3 ആളുടെ ലാസ്റ്റ് മാൻ ടാക്കിളും ഉണ്ടായിരുന്നു. പിന്നെ ജാവോ പെഡ്രോന്റെ ഗോള് അവരുടെ മിസ്റ്റേക്കിൽ നിന്ന് ആൾ കൊണ്ടുപോയ ഗോളാണ്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ വേറെ ഏതൊരു ന്യൂകാസിലിനെയാണ് കണ്ടത്. ഫസ്റ്റ് ഹാഫിൽ കണ്ട ന്യൂകാസിലേ അല്ലായിരുന്നു. പിന്നെന്താ പറയാ, ഒരു അനദർ മാസ്റ്റർ ക്ലാസ് ഫ്രം കസീഡോ ഹാവ് എ ഗുഡ് ഗെയിമാണ്. കുറെ കളിയായിട്ടും ആൾ റെഡ് കാർഡൊക്കെ കഴിഞ്ഞ് വന്നാണ്. നമുക്ക് തന്നെ തോന്നും ആളെ തള്ളിയിട്ടാൻ പറ്റുമെന്ന്. അത്രയും ഫിസിക്കലി ടോപ്പായിട്ടുള്ള ഒരു പ്ലെയറാണ്. എനിക്ക് കണ്ടപ്പോൾ തോന്നി ഇവനെ എനിക്കൊന്ന് തള്ളിയിട്ടാലോ എന്ന്. കാരണം അത്രയും കിടിലം കളിയാണ് ആള്. ഫുള്ളി ആള് കൺട്രോൾഡ് ആണെന്ന് പറയാം. ആ കളി മൊത്തം ആള് കൺട്രോൾ ചെയ്തു. പിന്നെ മാൻ സിറ്റി വെസ്റ്റ് ഹാമിനെതിരെ 3-0 വമ്പൻ വിജയം സ്വന്തമാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ദേ ഹാവ് റൈറ്റ് ട്രാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഹാഫിൽ 2 ഗോളിന് മുന്നിട്ടിരിക്കണായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ അത്രയും ടോപ്പായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. വെസ്റ്റ് ഹാമിന് യാതൊരു വിധത്തിലും ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എന്നുള്ളതാണ്. അത്രയും മാൻ സിറ്റി ആ ഒരു കൺട്രോൾ എടുത്തവർ ആ ഫുൾ കളിയിൽ അത്രയും ഒരു കൺട്രോൾ വന്നിരുന്നു. നമുക്കറിയാം. പിന്നെ ഹാളൻഡിൽ അഗെയിൻ ദ റോബോട്ട് മാൻ വിൽക്കം എന്ന് വേണമെങ്കിൽ പറയാം. ആളുടെ ഗോൾ ഉണ്ടായിരുന്നു, 2 ഗോൾ ഉണ്ടായിരുന്നു. അങ്ങനെ അണ്ണൻ്റെ റെക്കോർഡൊക്കെ ഹാളൻഡ് വെട്ടിച്ചിട്ടുണ്ട്. അണ്ണനൊരു കരച്ചിൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബാക്ക് ടു ബാക്ക് ആള് അത്രയും ടോപ്പായിട്ടുള്ള പെർഫോമൻസ് ആണ്. ആ രണ്ടാമത്തെ ഗോള് റയാൻ ചെറുക്കിയുടെ ഒരു ഇൻവോൾവ്മെന്റ് ആണ് എടുത്ത് പറയേണ്ടത്. കാരണം ആളുടെ ടച്ചും ആ പാസും അങ്ങനത്തെ ഒരു ഗോളായിരുന്നു ആ റീജൻഡേഴ്സിന്റെ ആ ഗോൾ വന്നത്. സോ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ് റയാൻ ചെറുക്കി. നമുക്കറിയാം 40 മില്യന്റെ പവർ അല്ല ആള് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കളിയിലും. ഒരു ടോപ്പായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ ആള് നിലവിൽ മാൻ സിറ്റിക്ക് വേണ്ടി കളിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സോ ഒരു ടോപ്പ് പ്ലെയർ തന്നെയാണ്. ആളുടെ മെന്റാലിറ്റി മാറിയിട്ടുണ്ട്. ബാക്ക് ടു ബാക്ക് ആൾക്ക് ഫസ്റ്റ് 11 കിട്ടുന്നുണ്ട്. ഈ ഒരു 3 എന്തായാലും അടിപൊളിയായിരുന്നു ഇന്നലത്തെ കളിയിൽ. പിന്നെ എനിക്കറിയില്ല മാത്യൂസ് ന്യൂനസിനെ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. ആളൊരു ഔട്ട് ഓഫ് പൊസിഷൻ കളിച്ചിട്ടും ഇപ്പൊ റൈറ്റ് ബാക്ക് ആയിട്ട് നിലവിൽ നല്ല രീതിയിൽ തന്നെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടീമിന് വേണ്ടി ബെസ്റ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് ആൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ബഫൂണിന്റെ സേവുകൾ നമ്മൾ കണ്ടാണ്. കാരണം 2-3 മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു വെസ്റ്റ് ഹാമിന്. അതെല്ലാം ആൾ ടോപ്പായിട്ട് തന്നെ കൺട്രോൾ ചെയ്ത് സേവ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. പെപ്പിന് തലവേദന സൃഷ്ടിക്കുന്ന 2-3 ഷോട്ട് ഉണ്ടായിരുന്നു. അതും ആൾ പക്കയായിട്ട് സേവ് ചെയ്ത്. പിന്നെ മാൻ സിറ്റി ബാക്ക് ടു ടൈറ്റിൽ റേസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം അവരിപ്പോൾ ടൈറ്റിൽ റേസിൽ നിലവിലുണ്ട്. സോ പെപ്പ് ഗാർഡിയോള ഇപ്പൊ ടീമിനെ പതിയെ പുള്ളിയുടെ കൺട്രോളിൽ സെറ്റായി വന്നിട്ടുണ്ട്. തൊട്ട് പിറകിൽ തന്നെ ഉണ്ടെന്ന് പറയാം ആഴ്സണലിന്റെ. അപ്പൊ ബാക്ക് ടു അടുത്തൊരു ട്രോഫിക്ക് വേണ്ടിയാണ് പെപ്പ് നോക്കണതെന്ന് നമുക്കറിയാം. ആൾ ടീമിനെ മാനേജ് ചെയ്യുന്ന വിധം തന്നെ മാറി എന്ന് വേണമെങ്കിൽ പറയാം.